വൈപ്പിലൊരു കാഴ്ച എൻ്റെ കാണാൻ. ഇവനിപ്പോൾ കുറച്ച് നാളായി ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് കമ്പനിയാണ്. കായോർത്ത കണ്ടിട്ട് വേഗം അരിയത്ത് വന്നിന്ന് വാങ്ങിച്ചിരുന്ന സീനാണ്. ഇവിടുത്തെ ഒരാളായി. പുള്ളിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഇത്രയും പേരൊക്കെ ഇവിടെ ഇരുന്നിട്ട് അവൻ്റെ നിന്ന് കായോർത്ത കണ്ടപ്പോൾ മരത്തുമേന്ന് വന്നിരിക്കണേന്ന് പുള്ളിക്കാരൻ. കയ്യിൽ കായോർത്തതൊക്കെ പിടിച്ചിട്ടുണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ. നൈസായിട്ട് അടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഫോണും തട്ടി പിടിച്ചോണ്ട് ഓടുമോ? കായൽ കാഴ്ച കാണുന്ന കുരങ്ങൻ എന്നൊക്കെ പറയേണ്ടത്. കായലിനെ നോക്കി കായോർത്തതും കഴിച്ചിരിക്കുന്ന എന്താണ് പറയണേ, നല്ല നല്ല ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി ഇരിക്കണത്. ഇതൊക്കെ കുറച്ച് അടുത്തത് വാങ്ങിക്കാൻ പോവേണ്ട പുള്ളി. അവരുടെ കയ്യിൽ നിന്നാണ് പുള്ളി വാങ്ങിച്ച് തിന്നണത്. പുള്ളിയും നൈസായിട്ട് അങ്ങോട്ട് പോയി. എടാ ഒരു പീസ് കൂടി ഇട്ട് കൊടുക്കടാ പാവം. നൈസായിട്ട് അടിക്കണമെന്ന് തോന്നുന്നു. വേഗം വേഗം തിന്നണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അരിയത്തിരുന്നാലും അതിന് പേടിയൊന്നുമില്ല കേട്ടോ. അരിയത്തോട്ട് പോയാൽ ഇവനെങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. ഫോണൊക്കെ തട്ടി പിടിച്ചിട്ടുണ്ട് പോകുന്നു. അവൻ കായവറുത്ത് വാങ്ങിച്ച് തിന്നണവൻ്റെ ഒരെണ്ണം തിന്നണിക്കുമ്പോൾ 3 എണ്ണം തിന്നും. ഭയങ്കര സ്പീഡാണ്. കൊല്ലാൻ നോക്കണം നീ അതിനെ. ചിപ്സ് തെറിഞ്ഞ് തല കണ്ടിച്ച് കളയാൻ നോക്കണം. നൈസാണ്ടോ, നല്ല ആരോഗ്യമുണ്ടല്ലോ അവന്. കുറച്ചാളായി ആരെയും പേടിയില്ലാണ്ടായി പുള്ളിക്കാരന്. ആൾക്കാരൊക്കെ പോയാലൊന്നും പുള്ളി മൈൻഡ് ചെയ്യണമെന്നില്ല. പുള്ളിയുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അമ്പേ കാക്കെടുക്കാൻ വന്നിട്ട് മോരട്ടുണ്ട് പുള്ളിക്കാര്. ആദ്യം എറിഞ്ഞതെടുക്കട്ടെ. കാക്കെടുക്കാൻ പോണതാ ആദ്യം അവനെടുത്ത് തന്നെയാണ്. ഇത് സമാധാനം ഉണ്ടല്ലോ. പുള്ളി കാക്ക കണ്ട ഇതെന്ത് ക്യാപ്ഷൻ കൊടുക്കൂടാ. കായലിലെ അരികെ നോക്കിയിരുന്ന് കായൽ കാഴ്ചകൾ കണ്ട് ചിപ്സ് പറിക്കണ കുരങ്ങൻ. ഭയങ്കര ഒരു ക്യാപ്ഷന് ചാൻസ് ഉണ്ട് കേട്ടോ. ലൈവാണ് പുള്ളി. എടാ അതെ എന്നാടാ ബാക്കി കൂടെ തിന്നിട്ടൂടാ പോവേണമെന്ന് തോന്നണേ. ഇവിടെ പാടെ ചിപ്സ് മുഴുവൻ ഇല്ല, മതിയായി. അത് കണ്ടപ്പം കണ്ടിരുന്നിട്ട് പുള്ളി ഇറങ്ങി വന്നാണെന്ന് തോന്നുന്നു.